നമ്മൾ ലീനിയർ വെക്ടർ സ്പേസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് പറഞ്ഞത് ഒരു സെറ്റ്, ഒരു വി എന്ന് പറയുന്ന സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്ത് കുറേ എലമെന്റ്സ് ഉണ്ട്, ഫൈ, സൈ, കൈ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെ ഒരു ലീനിയർ വെക്ടർ സ്പേസ് എന്ന് വിളിക്കാൻ പറ്റും എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിലെ ഒരു അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ ഓപ്പറേഷൻ ഈ സെറ്റ്സ് ഈ എലമെന്റ്സിൽ നടന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഈ സെറ്റ് വിയിലെ ഒരു എലമെന്റ് തന്നെയാണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ലീനിയർ വെക്ടർ സ്പേസ് ആണെന്ന് പറയാം. ഓക്കെ, എന്നിട്ട് നമ്മൾ പറഞ്ഞ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഫോളോ ചെയ്യേണ്ട ചില പ്രോപ്പർട്ടികൾ അതെല്ലാം കണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ഇത് എപ്പോഴും ഒരു നമ്മൾ സാധാരണ 3 ഡയമെൻഷണൽ കോർഡിനേറ്റില് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലോ അല്ലെങ്കിൽ അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്നൊക്കെ അതൊരു സ്പേഷ്യൽ കോർഡിനേറ്റ് ആണ്. നമ്മൾ അവിടെ കാണിക്കുന്നത് പെർസ്പെക്റ്റീവ് പോളറോ എല്ലാം പൊസിഷനെ കാണിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, നമുക്കത് മാത്രമല്ല ഒരു ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് ആ പൊസിഷനെ കാണിക്കുന്ന ആ വെക്ടർ സ്പേസിനെ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന സ്പേസ് എന്ന് പറയുന്നത് പൊസിഷനെ കാണിക്കാൻ മാത്രമാണ്. അതിനെ നമ്മൾ ഒന്ന് ജനറലൈസ് ചെയ്യുന്നു. ഓക്കെ, പൊസിഷൻ മാത്രമല്ല വേറെ ഏത് ക്വാണ്ടിറ്റി വേണേലും കാണിക്കാവുന്ന രീതിയിൽ ആ സ്പേസിനെ ഒന്ന് ജനറലൈസ് ചെയ്യുന്നു. ജനറലൈസ് ചെയ്തിട്ട് അപ്പോൾ ജനറലൈസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ പൊസിഷൻ സ്പേസിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ എന്താണ് ഡോട്ട് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്താണ് യൂണിറ്റ് വെക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ജനറലൈസ്ഡ് ഫോമിലോട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, ഈ ജനറലൈസ്ഡ് ഫോമിലോട്ട് മാറ്റി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ സാധാരണ നമ്മൾ ഇതുവരെ പറഞ്ഞ 3 ഡയമെൻഷണൽ കോർഡിനേറ്റിന്റെ കാര്യമാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് നമുക്ക് ഡയമെൻഷൻസ് കൂട്ടാൻ പറ്റും, n ഡയമെൻഷനിലാക്കാൻ പറ്റും, ഡയമെൻഷൻ കൂട്ടാൻ പറ്റും. അതോടൊപ്പം വേറെ ഏത് ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇപ്പോൾ എന്താണ് മൊമെന്റോ കെ വെക്ടറോ അങ്ങനെ എന്ത് ക്വാണ്ടിറ്റി വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ആ പൊസിഷൻ കാണിച്ചുകൊണ്ടിരുന്ന സ്പേസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് അല്ലെങ്കിൽ അതിനൊരു ജനറലൈസേഷൻ ആണ് ഈ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്, ഈ ലീനിയർ വെക്ടർ സ്പേസിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, ഈ പൊസിഷൻ കണ്ടുകൊണ്ടിരുന്ന സ്പേസ് എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് തന്നെയാണ്. ഓക്കെ, അവിടെ പൊസിഷൻ വെക്ടർ ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. എല്ലാ പോയിന്റും എന്ന് പറയുന്നത് നമ്മൾ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസിലെ എല്ലാ പോയിന്റുകളിലെയും അസോസിയേറ്റ് ചെയ്ത് ഓരോ വെക്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് പൊസിഷൻ വെക്ടർ മാത്രം. ഓക്കെ, എല്ലാ പോയിന്റ്സിലും പൊസിഷൻ വെക്ടർ മാത്രമുള്ള സ്പേസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ നമുക്ക് മൊമെന്റോ എന്ത് വേണേലും മൊമെന്റം വെക്ടറോ എന്ത് വേണേലും അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെക്ടർ സ്പേസ് എന്ന് പറയുന്ന ഒരു ജനറലൈസ്ഡ് കൺസെപ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം വെക്ടർ സ്പേസ് എന്താണ് ഡിഫൈൻ ചെയ്തത്, അതിൻ്റെ ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഡ്യുവൽ സ്പേസ് എന്ന് പറയുന്നത് ഓക്കെ, കെറ്റ് വെക്ടറിന്റെ ഡ്യുവൽ എന്ന് പറയുന്നത് ഒരു ബ്രാ വെക്ടർ ആയിരിക്കും. ഓക്കെ, കെറ്റ് സൈയുടെ ഡ്യുവൽ എന്ന് പറയുന്നത് ബ്രാ സൈ ആയിരിക്കും. ഓക്കെ, രണ്ടും ലീനിയർ വെക്ടർ സ്പേസ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞു. അതായത് നമ്മൾ സാധാരണ എടുക്കുന്ന ഡോട്ട് പ്രൊഡക്റ്റ് അതിന് കോംപ്ലിമെന്ററി ആണ് ഇവിടുത്തെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി സാധാരണ എടുക്കുന്ന ലൈൻ എലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ DR എന്ന് പറയുന്നത് സാധാരണ ഒരു എക്സ് വൈ കോർഡിനേറ്റിലാണെങ്കിൽ നമ്മൾ DR എന്ന് പറയുന്നത് ഒരു റൂട്ട് dx² പ്ലസ് dy² എന്നാണ് പറയുന്നത്. റൂട്ട് അല്ലെങ്കിൽ R റൂട്ട് x² പ്ലസ് y² എന്നാണ് പറയുന്നത്. അതേ സ്ക്വയർ എടുത്തിട്ട് റൂട്ട് ചെയ്യുന്നു. ഓക്കെ, റൂട്ട് എടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ നോം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതുപോലെ ഒരു ലൈൻ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഇവിടെയുള്ള ടൈമാണ് നോം. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് നോം ദിസ് ഈസ് എ ജനറലൈസേഷൻ ഓഫ് ദ ഐഡിയ ഓഫ് ലെങ്ത് ഓർ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ DR അല്ലെങ്കിൽ R എന്നൊക്കെ പറയുന്ന ലെങ്തിനോ മാഗ്നിറ്റ്യൂഡിനോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ലീനിയർ വെക്ടർ സ്പേസിലെ ടൈമാണ് നോം. അതും ഒരു ബ്രാ സൈ കെറ്റ് സൈ അതിൻ്റെ റൂട്ട്, അതിൻ്റെ റിസൾട്ടിൻ്റെ റൂട്ട്, അതായത് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ റൂട്ട്. ഓക്കെ, അടുത്ത് കാണാൻ പോകുന്നത് ബേസിസ് സെറ്റ്സ് ആൻഡ് ഡയമെൻഷനാലിറ്റി. അതായത് നമ്മളിപ്പോൾ സാധാരണ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് പറയുകയാണ്. ഓക്കെ, ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റിൻ്റെ അനലോജി വെച്ചായിരിക്കും പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി തന്നെയാണ്. ഓക്കെ,
ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് നമ്മളെടുത്താൽ ഇതിൻ്റെ അകത്തെ ബേസിസ് സെറ്റ്സ് അല്ലെങ്കിൽ ബേസിസ് എന്ന് പറയുന്നത് 3 കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ IJK എന്ന് പറയുന്ന 3 യൂണിറ്റ് വെക്ടേഴ്സ് ആണ് അതിൻ്റെ ബേസിസ്. അതായത് ആ IJKയുടെ മൾട്ടിപ്ലിക്കേഷനോ ഈ IJKയെ മൾട്ടിപ്ലൈ ചെയ്ത് ഒന്നെങ്കിൽ ഈ IJK, ഓക്കെ, ഇവിടെ IJKക്ക് പകരം EX, EY, EZ എന്നാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ടെക്സ്റ്റിലെ റെപ്രസെൻറ്റേഷൻ അങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് ഈ കോർഡിനേറ്റിലെ ഏത് പോയിന്റിനെ വേണം, ഈ സ്പേസിലെ ഏത് പോയിന്റിനെ വേണമെങ്കിലും ഈ 3 പേരുടെ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ഒന്നെങ്കിൽ ഇയാളെ എന്തെങ്കിലും ഒരു സ്കെയിലർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമായിരിക്കും. ഓക്കെ, A ഇൻറ്റു ഇത് ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ A ഇൻറ്റു ഇത് EX പ്ലസ് EY ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ അത് പ്ലസ് EZ ചെയ്യണമായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലീനിയർ കോമ്പിനേഷൻസ്, ഒന്ന് മൾട്ടിപ്ലിക്കേഷനോ മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനോ ഒക്കെ നടത്തി ആഡ് ചെയ്ത് എനിക്ക് ഏത് പോയിന്റിൽ ഈ സ്പേസിൽ ഏത് പോയിന്റിനെ വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ല IJK ആണ് നമ്മുടെ ബേസ്, അത് വെച്ച് എനിക്ക് ആ സ്പേസിൽ ഏത് പോയിന്റിനെ വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എൻ്റെ ബേസിസ് എന്ന് പറയുന്നതാണ് ഇവിടെ IJK, അല്ലെങ്കിൽ EX, EY, EZ എന്ന് പറയുന്നതാണ് എൻ്റെ ബേസിസ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്പേസിലെ ഏത് പോയിന്റിനെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നേരെ ഇതിനെ കൊണ്ടുപോയി ലീനിയർ വെക്ടർ സ്പേസിൽ വെക്കുന്നു. ഓക്കെ, ഇതും ഒരു ലീനിയർ വെക്ടർ സ്പേസ് തന്നെയാണ്, പക്ഷേ ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ഒറിജിനൽ ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നമ്മൾ കാർട്ടീഷ്യനിലൊക്കെ പറഞ്ഞ ഇതേ കാര്യങ്ങളെ തന്നെ ഒന്ന് ജനറലൈസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ IJK എന്ന് പറഞ്ഞാൽ അവിടെ ഓക്കെ, അല്ലെങ്കിൽ ഈ IJKയുടെ കറസ്പോണ്ടിങ് ആയിട്ട് ഏത് സ്പേസ് ഡിഫൈൻ ചെയ്താലും അവിടെയും ഒരു കുറേ ഈ ബേസിസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് കാണും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ R θ φ എന്ന് പറഞ്ഞു. ഓക്കെ, R ക്യാപ് θ ക്യാപ്, ഇപ്പോൾ R θ φ സ്പെറിക്കൽ കോർഡിനേറ്റിൽ ഇവരൊക്കെയാണ് യൂണിറ്റ് വെക്ടേഴ്സ്. ഇവർ 3 പേരും ഇല്ലാതെ ആ സ്പേസിലെ ഒരു പോയിന്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ R θ Z സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ അത് യൂണിറ്റ് വെക്ടർ തന്നെ ഇതിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബേസിസ് എന്ന് വിളിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്പേസിലെ ഏത് പോയിന്റിനെയും ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം കണ്ട അതേ കാര്യത്തിന് ജനറലൈസേഷൻ ആണ് ഇവിടെ പറയുന്നത്. എ ബേസിസ് സെറ്റ് ഓർ എ ബേസിസ് ഇൻ ലീനിയർ വെക്ടർ സ്പേസ് ഇസ് എ സെറ്റ് ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, നമ്മൾ ഇവിടെ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ തൊട്ട് മുമ്പേ കണ്ടത് പൊസിഷൻ വെക്ടർ എന്ന് പറയാം. IJK എന്ന് പറഞ്ഞാൽ അതൊരു പൊസിഷൻ വെക്ടർ ആണെന്ന് പറയാം. അതേപോലെ തന്നെ ഇത് സെറ്റ് ഓഫ് വെക്ടേഴ്സ് കെറ്റ് സൈ കെ, ഓക്കെ, K = 1 2 3. അപ്പോൾ ഇങ്ങനെ കുറേ സെറ്റുകൾ, ഓക്കെ, കുറേ വെക്ടേഴ്സ്, കെറ്റ് സൈ 1, കെറ്റ് സൈ 2, കെറ്റ് സൈ 3, ഇങ്ങനെ കുറേ വെക്ടേഴ്സ്. അതായത് എന്തിന് കറസ്പോണ്ടിങ് ആണ്, IJKയുടെ കറസ്പോണ്ടിങ്. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കെറ്റ് സൈ 1, കെറ്റ് സൈ 2, കെറ്റ് സൈ 3, ഇങ്ങനെ കുറേ ടേംസ് ഇൻ ദ ലീനിയർ വെക്ടർ സ്പേസ് സാറ്റിസ്ഫൈങ് ദ ഫോളോയിങ് 2 റിക്വയർമെന്റ്സ്. അങ്ങനെ എന്തെങ്കിലും രണ്ട് ഇത് പറഞ്ഞാൽ മാത്രം പോരാ, അതിന് കുറച്ച് റിക്വയർമെന്റും കൂടെ അല്ലെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഇത് ഫോളോ ചെയ്യാൻ. ഒന്ന് ലീനിയർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ആണ് ലീനിയർ ഇൻഡിപെൻഡൻസ്. ദേ മസ്റ്റ് ബി ലീനിയർലി ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. This is none of the vectors should be expressible as a linear combination of others. അതായത് നമ്മൾ നേരെ തിരിച്ചു പോകുന്നു, നമ്മൾ IJKയുടെ കാര്യം തന്നെ എടുക്കുന്നു. എനിക്ക് J ഈ I + K എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ A × I എന്ന് എഴുതിയാൽ എനിക്ക് J എന്ന് കിട്ടത്തില്ല, അല്ല I + K എന്ന് എഴുതിയാൽ എനിക്ക് J എന്ന് കിട്ടത്തില്ല. ഓക്കെ, അതായത് ഇവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്. ഇവർ 3 പേര് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇത് എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ എടുത്താൽ എനിക്ക് ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ എടുത്താൽ എനിക്ക് മൂന്നാമത്തെ കിട്ടുമെങ്കിൽ എനിക്ക് പറയാം K എന്ന് പറയുന്നത് IAയും Jയും, ഇതിന് രണ്ടും കൂടെ കോമ്പിനേഷൻ ഐയുടെയും ജെയുടെയും കോമ്പിനേഷൻ എടുത്താൽ എനിക്ക് K കിട്ടുമെങ്കിൽ എനിക്ക് പറയാം K എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആണ്, IAയിലും Jയിലും ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ Iയും Jയും Kയും ഇൻഡിപെൻഡൻ്റ് ആണ്, അവർ തമ്മിലൊരു റിലേഷൻ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിരിക്കണം ഒരു ബേസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ വെക്ടേഴ്സും. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ജനറലൈസ്ഡ് ആയിട്ട് പറയുന്നത് സൈ 1, സൈ 2,
ഈ വെക്ടേഴ്സ് ഇപ്പോൾ 2 വെക്ടേഴ്സോളെന്ന് വിചാരിക്കുക, ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ടാകാൻ പാടില്ല, കാരണം ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണം ഇരിക്കാൻ. അതാണ് പറയുന്നത് നൺ ഓഫ് ദീസ് വെക്ടേഴ്സ് ഷുഡ് ബി എക്സ്പ്രസിബിൾ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതേഴ്സ്. ഓക്കെ, അതിന് തന്നെ വേറൊരു ടേമിൽ പറഞ്ഞിരിക്കുകയാണ് an equation of the form, okay, summation over k a k get psi k equal to 0 must have no solution other than trivial one a k equal to 0 for every k. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത് ഈക്വൽ ടു 0 വരണമെങ്കിൽ എ കെ 0 ആയിക്കണം. ഓക്കെ, അല്ലാതെ ഈ സൈ കെക്ക് വേറൊരു കോമ്പിനേഷൻ ആയിട്ട് അല്ലെങ്കിൽ വേറൊരു സെറ്റ് ഓഫ് വെക്ടേഴ്സിൻ്റെ കോമ്പിനേഷൻ ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടാൻ പാടില്ല. എ കെ 0 ആയിട്ട് വേണം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ. ഓക്കെ, ഇതിനെ തന്നെ വേറൊരു ഫോർമാറ്റ് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷനാണ് ലീനിയർ ഇൻഡിപെൻഡൻസ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നതാണ് സ്പാനിങ് ഓഫ് സ്പേസ്. ഓക്കെ ഓക്കെ അത് പറയുന്നത് നമ്മൾ പറഞ്ഞ ബേസിസ് വെക്ടേഴ്സ് 2-3 ഐ ജെ കെയുടെ കറസ്പോണ്ടിങ് ആയിട്ട് ജനറലൈസ്ഡ് ഫോർമാറ്റിൽ നമ്മൾ ലീനിയർ വെക്ടർ സ്പേസിൽ പറയുന്ന ആ ജനറലൈസ്ഡ് വെക്ടേഴ്സ്, അതായത് ബേസിസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ψ1 ψ2 എന്ന് എടുക്കുക. ഓക്കെ, ψ1 ψ2 എന്ന് പറഞ്ഞ വെക്ടേഴ്സ് ദേ മസ്റ്റ് സ്പാൻ ദ ലീനിയർ വെക്ടർ സ്പേസ്. ഓക്കെ, ദിസ് ഈസ് എവരി വെക്ടർ chi element of the linear vector space must be expressible as a linear combination of the form chi is equal to summation over k bk psi k. ഈ psi k എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലീനിയർ വെക്ടർ സ്പേസ് ആണ്, സോറി ബേസിസ് വെക്ടർ ആണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, psi k എന്ന് പറയുന്നതാണ് ബേസിസ് വെക്ടർ. അപ്പം ബേസിസ് വെക്ടറിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് ഈ കൈ എഴുതാൻ പറ്റണം. ഓക്കെ, അതായത് ഓക്കെ വീണ്ടും നമ്മൾ തിരിച്ചു പോന്നു. ഓക്കെ, ഐ ജെ കെ പോലെ തന്നെ ഇവിടെ ഈ ആക്സിസിനെ ψ1 എന്നെടുത്തു, ഇതിനെ ψ2 എന്നെടുത്തു, ഇതിനെ ψ3 എന്നെടുത്തു. ഓക്കെ, ഇതൊരു ബേസിസ് വെക്ടേഴ്സാണ് ഈ 3 ഓക്കെ, കാരണം 3 പേരും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്കിവിടെ വേറൊരു പോയിന്റ് ഉണ്ട്, വേറൊരു വെക്ടർ ഉണ്ട്, അതാണ് കൈ. ആ കൈയെ അത് ഏത് പോയിന്റ് വേണേൽ ആയിക്കോട്ടെ, ഈ സ്പേസിൽ ഏത് പോയിന്റ് വേണേൽ ആയിക്കോട്ടെ. ഓക്കെ, ഏത് പോയിന്റ് വേണേൽ ആകാം. ഓക്കെ, ഇവിടെ ആകാം, ഏത് പോയിന്റ് വേണേൽ ആകാം. ഈ 3 ഉപയോഗിച്ച് ഇപ്പോൾ ഈ 3 ബേസിസ് വെക്ടേഴ്സ് നമ്മുടെ ഈ ലീനിയർ വെക്ടർ സ്പേസിൽ ഉള്ളതെന്ന് വിചാരിക്കുക. ഈ 3 പേരുടെ പല കോമ്പിനേഷൻ ഉപയോഗിച്ച് എനിക്ക് ഈ എല്ലാ പോയിന്റിനെയും ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഏത് പോയിന്റാണോ ആ പോയിന്റിനെ എല്ലാം എനിക്ക് ഈ 3ന്റെ കോമ്പിനേഷൻ ഉപയോഗിച്ച്, 3 വേണമെന്ന് തന്നെ ഇല്ല, ചിലപ്പോൾ 2 കൊണ്ട് പറ്റുമായിരിക്കും. ഇപ്പോൾ ഈ ψ1ന്റെ ഈ ആക്സിസിലുള്ള പോയിന്റ് ആണെങ്കിൽ ഇത് തന്നെ വെച്ച് ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ ഈ പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ ഇവർ 2 പേരും വെച്ച് ഡിഫൈൻ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ഇവർ 3 പേരെയും വെച്ച് വേറൊരു പോയിന്റ് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇവർ 3 പേരെ ഉപയോഗിച്ച് തന്നെ എനിക്ക് ആ പോയിന്റ് ഡിഫൈൻ ചെയ്യണം. അതിനെയാണ് സ്പാൻ എന്ന് പറയുന്നത്. അതായത് ആ സ്പേസിലെ ഏതൊരു ഓക്കെ, അതായത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഒരു സ്പേസിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിവിടെ വിട്ടാരെ. ഇനി ഈ കാര്യം ശ്രദ്ധിക്കുക, ഒരു 2 ഡയമെൻഷണൽ കോർഡിനേറ്റ് ഉണ്ട്, എക്സ് വൈ. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഐ ജെ ആണ് നമ്മുടെ യൂണിറ്റ് വെക്ടേഴ്സ്, സോറി യൂണിറ്റ് വെക്ടേഴ്സ് അല്ലെങ്കിൽ ബേസിസ് വെക്ടേഴ്സ്. ഐ ജെ ബേസ് ചെയ്താണ് നമ്മൾ ഈ സ്പേസിലെ എല്ലാ പോയിന്റിനും പറയുന്നത്. അതായത് ഈ ബേസിസിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് ഈ എക്സ് വൈ പ്ലെയിൻ ആണ്. ഈ ബേസിസ് ഐയുടെയും ജെയുടെയും സ്പാൻ എന്ന് പറയുന്നത് ഈ എക്സ് വൈ പ്ലെയിൻ ആണ്. കാരണം ഈ എല്ലാ പോയിന്റിനെയും ഈ എക്സ് വൈ പ്ലെയിനിലെ ഏത് പോയിന്റ് ആയിക്കോട്ടെ എനിക്ക് അവയെല്ലാം ഈ ഐയും ജെയും വെച്ച് പറയാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു വേറെ ഒരു ഇപ്പോൾ ഐ പ്ലസ് ജെ നടക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ എനിക്ക് ഐയും ജെയും ഉപയോഗിച്ച് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഉപയോഗിച്ച് എക്സ് വൈ പ്ലെയിനിലെ ഏത് പോയിന്റിനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ പറയാം.
എങ്കിലാണ് നമ്മൾ ഇതിനെ ഈ ബേസിസ് IJ എന്ന് പറയുന്ന ബേസിസിന്റെ സ്പാൻ എന്ന് പറയുന്നത് XY പ്ലെയിൻ ആണെന്നാണ് പറയുക. ഓക്കെ, അതായത് ഈ ബേസിസ് ഉപയോഗിച്ച് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്താണ് അല്ലെങ്കിൽ സ്പേസ് ഏതാണ്, എനിക്ക് IJ ഉപയോഗിച്ച് XY പ്ലെയിനിൽ ഏത് പോയിന്റിനെ വേണമെങ്കിലും പറയാം. അങ്ങനെയാണെങ്കിൽ ഈ IJ എന്ന് പറയുന്ന ബേസിസിന്റെ സ്പാൻ എന്ന് പറയുന്നത് XY പ്ലെയിൻ ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ പറയുന്നു എൻ്റെ ഒരു ഒറ്റ ഇതേ ഉള്ളൂ, ഞാൻ I മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഓക്കെ, ബേസിസ് എന്ന് പറയുന്നത് I ആണ്. അപ്പോൾ I ഉപയോഗിച്ച് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്പാൻ അല്ലെങ്കിൽ എൻ്റെ ബേസിസ് I എന്ന എൻ്റെ ബേസിസ് വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ അല്ലെങ്കിൽ I എന്ന ബേസിസിന്റെ സ്പാൻ എന്താണെന്ന് ചോദിച്ചാൽ I വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നത് ഈ X ആക്സിസിൽ ഏത് പോയിന്റിനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ Iയുടെ സ്പാൻ X ആക്സിസ് ആണെന്ന് പറയാം. ഇനി IJ ഉണ്ടെങ്കിൽ Iയും Jയും ഒരുമിച്ചുണ്ടെങ്കിൽ XY പ്ലെയിൻ ആണെന്ന് പറയാം. ഇനി IJK ഉണ്ടെന്ന് വിചാരിക്കുക എങ്കിൽ ആ 3 ഡയമെൻഷണൽ സ്പേസ് മൊത്തം എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ IJK എന്ന് പറയുന്ന ബേസിസിന്റെ സ്പാൻ എന്ന് പറയുന്നത് ആ 3 ഡയമെൻഷണൽ ഏരിയ ആണെന്ന് പറയാം. ഇനി ഇപ്പം നമ്മൾ പൊസിഷനെ മാത്രമാണ് പറയുന്നത്, IJK എന്ന് പറയുന്നത് പൊസിഷനെ മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ സ്പേസിലെ ഓരോ പോയിന്റും എന്ന് പറയുന്നത് ഓരോ വെക്ടേഴ്സ് ആണ്. ഓക്കെ, അത് ഈ ബേസിസ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഓരോ വെക്ടേഴ്സ് ആണ് ഈ ഓരോ പോയിന്റിലും ഇരിക്കുന്നത്. ഓക്കെ, ഓരോ പോയിന്റിലേക്ക് ഓരോ വെക്ടേഴ്സ് ഉണ്ട്. അതായത് ഈ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ വെക്ടറുകൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്പേസ് തന്നെയാണ്. ഓക്കെ, പക്ഷെ ഈ വെക്ടേഴ്സ് ഇങ്ങനെ വരച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഓരോ വെക്ടറിനെയും ഓരോ പോയിന്റ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. അത് ഇങ്ങനെ ഒരു വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മളതിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് പോയിന്റുകളായിട്ട് ഓരോ വെക്ടേഴ്സിനെയാണ് ഈ പോയിന്റുകളായിട്ട് തന്നെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഓരോ വെക്ടേഴ്സ് ആണെന്ന് തന്നെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി തിരിച്ചു വരാം. അവർ പറയുന്നത് they must span the LVS. ഓക്കെ, അത് ലീനിയർ വെക്ടർ സ്പേസ്, നമ്മുടെ ഒരു ലീനിയർ വെക്ടർ സ്പേസ് ആണ് ഇതെന്ന് വിചാരിക്കുക. അതിനെ മൊത്തം സ്പാൻ ചെയ്യണം, അതിൻ്റെ എല്ലാ പോയിന്റും. ഇപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ പോയിന്റിനെയും എനിക്ക് ആ ബേസിസ് പോയിന്റ് വെച്ച് ബേസിസ് സെറ്റ് വെച്ച്, ഓക്കെ, ഇപ്പോൾ ഞാൻ Ψ1 Ψ2 ആണ് ബേസിസ് Ψ1 Ψ2 Ψ3 ആണ് ഞാൻ ആ ബേസിസ് വെക്ടേഴ്സ് ആയിട്ട് എടുത്തതെങ്കിൽ ആ 3 എണ്ണം വെച്ച് എനിക്ക് ആ ഏരിയയിലെ എല്ലാ പോയിന്റിനെയും ഡിനോട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ദിസ് ഇസ് എവരി വെക്ടർ, ഏതോ ഒരു വെക്ടർ, ആ ലീനിയർ വെക്ടർ സ്പേസിലെ ഏതൊരു വെക്ടറാണ് ഈ കൈ എന്ന് പറയുന്നത്. ആ ഏതോ ഒരു വെക്ടറിനെ മസ്റ്റ് ബി എക്സ്പ്രസിബിൾ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഈ ബേസിസ് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷനോട് എഴുതാൻ പറ്റണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അതിൻ്റെ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് സ്പാൻ ഓഫ് വെക്ടർ ഓർ വെക്ടർ സെറ്റ്സ്, അതായത് ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇൻ 3 ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ്, 3 ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷൻ ഡിനോട്ട് ചെയ്യുന്ന നമ്മുടെ സാധാരണ 3 ഡയമെൻഷണൽ സ്പേസ്. ദ സ്പാൻ ഓഫ് EX, ഓക്കെ, EX എന്ന് പറയുന്നത് I തന്നെയാണ്, I ക്യാപ്പ് തന്നെയാണ്. ദ സ്പാൻ ഓഫ് EX ഇസ് എ വോൾ ഓഫ് X ആക്സിസ്, ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ഐയുടെ സ്പാൻ എന്ന് പറയുന്നത് ഈ പൊസിഷനെ ഈ ലൈനിൽ ഈ X ആക്സിസിലെ ഏത് പോയിന്റിനെ വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ സ്പാൻ. ദ സ്പാൻ ഓഫ് പെയർ EX-EY, ഓക്കെ, EX-EY എന്ന് പറയുന്ന ഒരു J ഉണ്ട്. ഓക്കെ, Iയും Jയും ഉണ്ടെന്ന് വിചാരിക്കും. EX-EY എന്ന് പറഞ്ഞാൽ Iയും Jയും, അതിന് XY പ്ലെയിനെ മൊത്തം പറ്റും. ഓക്കെ, അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് XY പ്ലെയിൻ മൊത്തമാണ്. ഓക്കെ, XY പ്ലെയിൻ മൊത്തമാണ് അതിൻ്റെ സ്പാൻ. ഓർ ദ പെയർ ഓഫ് EX plus EY or 2EX minus 3EY. ഓക്കെ, ഇനി ബേസിസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉള്ളത്, അത് യൂണിറ്റ് വെക്ടർ ആകണമെന്നില്ല. ഓക്കെ, അതായത് അതുകൊണ്ടാണ് അതിനെ ഇപ്പം ഞാൻ ഇത്രയും വലിയൊരു
ഇത്രയും വലിയൊരു വെക്ടറാണ് ഞാൻ ഇതിൻ്റെ ബേസിസ് ആയിട്ട് എടുത്തെന്ന് വിചാരിക്കുക. അത് യൂണിറ്റ് വെക്ടറിനെക്കാളും വലുതാണ്. ഓക്കെ, യൂണിറ്റ് വെക്ടറിനെക്കാളും വലുതാണ് ഞാൻ എടുത്ത ബേസിസ് എങ്കിലും എനിക്ക് ഈ സ്പേസിനെ മൊത്തം ഈ ബേസിസ് വെച്ച് പറയാൻ പറ്റും. കാരണം അല്ലെങ്കിൽ ഞാൻ വേറൊരു ബേസിസാണ് എടുത്തത്, ഇങ്ങനെ രണ്ട് വെക്ടറാണ് എടുത്തത്. ഓക്കെ, ഇങ്ങനെ രണ്ട് വെക്ടർ എടുത്താൽ പോലും എനിക്ക് ഈ സ്പേസിനെ മൊത്തം ഇത് വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് വേറൊരു പോയിന്റിനെ പറയാൻ പറ്റിയാൽ മതി. ഓക്കെ, ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് ഈ പോയിന്റിനെ പറയാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പോയിന്റിനെ പറയാൻ പറ്റുന്നുണ്ടോ എങ്കിൽ ഇവരെ രണ്ടുപേരെ അതിൻ്റെ ബേസിസ് ആയിട്ട് വിളിക്കാം. ഓക്കെ, ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ഇപ്പം IJK തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്താലും മതി, പ്രൊവൈഡഡ് നമുക്ക് ആ സ്പേസിലെ ഒരു പോയിന്റിനെ ഇതിൽ രണ്ടിൻ്റെയും കൂടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട്, ഇപ്പോൾ ഞാൻ ഇതിനെ ψ1 എന്നും ഇതിനെ ψ2 എന്നും വിളിച്ചു. ഇങ്ങനെ രണ്ട് ബേസിസ് വെക്ടേഴ്സാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ആ സ്പേസിലെ ഏതൊരു പോയിന്റിനെയും ഇതിന് രണ്ടിനെയും കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ, പ്ലസ് ഇതും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. രണ്ടാമെന്ന് പറയുന്നത് ഇവർ ആ സ്പേസിനെ മൊത്തം ഡിഫൈൻ ചെയ്യാൻ, ആ സ്പേസിലെ ഏത് പോയിന്റിനെയും ഇവരെ രണ്ടുപേരും ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇവരെ രണ്ടുപേരും ബേസിസ് ആയിട്ട് വിളിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് EX + EY അല്ലെങ്കിൽ 2EX - 3EY എന്ന് പറയുന്ന വെക്ടേഴ്സും. ഓക്കെ, ഇവരും അതുപോലെ ഇപ്പോൾ EX EY എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ EX EY എന്ന് പറഞ്ഞാൽ IN ചെയ്യുവാന്ന് വിചാരിക്കുക, EX EY എന്ന് പറഞ്ഞാൽ IN ചെയ്യുവാന്ന് വിചാരിക്കുക. ഇപ്പോൾ അത് പിന്നെ ഞാൻ ψ1 ψ2 എന്ന് പറഞ്ഞു, ആർബിട്രറി ആയിട്ട് രണ്ടെണ്ണം എടുത്തു, അതുപോലത്തെ രണ്ടെണ്ണമാണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഇത് രണ്ട് വെക്ടേഴ്സാണ്. ഇവരെ ഉപയോഗിച്ച് എനിക്ക് ആ സ്പേസ് മൊത്തം ഡിഫൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവരും ബേസിസ് തന്നെയാണ്, ഇവരും ബേസിസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ബേസിസ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു യുണീക്ക് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ബേസിസ് എന്ന് പറയുന്നത് ഒരിക്കലും യുണീക്ക് ആയിട്ടുള്ള സാധനമല്ല. അതിനെ നമുക്ക് നമ്മുടെ ഓക്കെ ആ പോയിന്റ് പിന്നീട് പറയാം. ഓക്കെ, ബേസിസ് എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി പറയാണ്, ദ റിക്വയർമെന്റ് ഓഫ് A ആൻഡ് B ആർ ഡിസ്റ്റിങ്ക്ട് ഫ്രം ഈച്ച് അതർ. അതായത് ലീനിയർ ഇൻഡിപെൻഡൻസ് വന്നതുകൊണ്ട് സ്പാനിങ് മൊത്തം കറക്റ്റ് ആണോന്നില്ല, അല്ലെങ്കിൽ സ്പാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ലീനിയർ ഇൻഡിപെൻഡൻസ് വരണമെന്നുമില്ല. ഇത് ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന രണ്ട് പോയിന്റ്സ് ആണ്. ഓക്കെ, അത് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ഒരു ബേസിസ് എന്നതുകൊണ്ട് അത് ആ ഏരിയ മുഴുവൻ സ്പാൻ ചെയ്യണമെന്നില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഏരിയ മൊത്തം സ്പാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകണമെന്നില്ല. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഡിസ്റ്റിങ്ക്ട് രണ്ട് പോയിന്റ്സ് ആണെന്ന് പറയുന്നത്. അത് എക്സാമ്പിൾ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലായിക്കോളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇൻ എ 3-dimensional Euclidean space, 3-dimensional space എടുത്തു, the vectors EX EY are linearly independent. ഓക്കെ, പറയുകയാണ്, ഒരു 3-dimensional സ്പേസ് എടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ബേസിസ് വെക്ടറാണ്. നമ്മൾ ബേസിസ് വെക്ടറായിട്ട് അല്ലെങ്കിൽ EX EY എന്ന് പറയുന്ന രണ്ട് വെക്ടർ എടുത്തു. ഓക്കെ, അല്ലെങ്കിൽ IJ എന്ന് പറയുന്ന രണ്ട് വെക്ടർ എടുത്തു. അതിന് EX EY എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് എടുത്തു. അപ്പോൾ ഇവരെ കൊണ്ട് മാത്രം ഇതൊരു 3-dimensional സ്പേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. EX EY ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഈ സ്പേസിനെ മൊത്തം മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ EX EY ഉണ്ടെങ്കിൽ എനിക്ക് XY പ്ലെയിൻ എന്താണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ EX EY എന്ന് പറയുന്ന ബേസിസ് വെക്ടേഴ്സിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് XY പ്ലെയിൻ ആണ്. ഓക്കെ, XY പ്ലെയിൻ മാത്രമാണ്. അതായത് ബാക്കിയുള്ള ഏരിയയിലേക്ക് എനിക്കതിനെ ബാക്കിയുള്ള ഏരിയയിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതിന് എനിക്ക് EX EY കൂടെ ഡിനോട്ട് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് കൂടി ഒരു വെക്ടർ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പോയിന്റിനെ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്, ഇൻ എ 3-dimensional Euclidean space the vectors EX EY are linearly independent but do not span the space. EX EYയും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് തന്നെയാണ്, അവർ തമ്മിൽ ഡിപ്പെൻഡൻസ് ഒന്നുമില്ല. ഓക്കെ, EX EYയും ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷെ അതുകൊണ്ട് അവർ ആ സ്പേസ് മൊത്തം കവർ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷെ സ്പാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല.
ഇനി നേരെ തിരിച്ചു പറയാം. ഓൺ ദ അതർ ഹാൻഡ് ദ വെക്ടേഴ്സ് EX, EY, EZ, 4 വെക്ടർ എടുത്തിട്ടുണ്ട്. EX, EY, EZ, EX plus EY plus EZ, അങ്ങനെ 4 വെക്ടേഴ്സ് do span the space but are not linearly independent. അതായത് ഇപ്പോൾ ഞാൻ 3 വെക്ടർ എടുത്തു. ഓക്കെ, ഈ EZ എന്ന് പറഞ്ഞ ഒരെണ്ണം എടുത്തു, 4ാമത് ഒരെണ്ണം കൂടെ എടുത്തു. ഓക്കെ, ഈ സ്പേസിലിരിക്കുന്ന EX plus EY plus EZ, ഇങ്ങനെ 4 വെക്ടർ എടുത്തു. ഈ 4 വെക്ടറും വെച്ച് എനിക്ക് ഈസി ആയിട്ട് ഈ 3 ഡയമെൻഷണൽ സ്പേസിൽ ഏത് പോയിന്റ് വേണമെങ്കിലും പറയാം. പക്ഷെ ഈ 4 പേരും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ? അല്ല. കാരണം ഇപ്പം ഞാനിപ്പോൾ എനിക്ക് EZ ഇല്ലെങ്കിലും എനിക്ക് ഈ സ്പേസിനെ മൊത്തം ഡിഫൈൻ ചെയ്യാൻ പറ്റും. കാരണം അല്ലെങ്കിൽ EZനെ എനിക്ക് ഈ ടേമിൽ നിന്ന് വരും. ഓക്കെ, EX plus EY plus EZ, ഈ 3 ടേമും വെച്ച് EX, EY അല്ലെങ്കിൽ ഈ വെക്ടറിൽ നിന്ന് EX, EY എന്ന് പറയുന്ന കമ്പോണൻസ് സബ്ട്രാക്ട് ചെയ്താൽ എനിക്ക് EZ എന്ന് പറയുന്ന ടൈം കിട്ടും. ഓക്കെ, എനിക്ക് EZ കിട്ടാൻ ഈ 3 പേരെ ഉപയോഗിച്ച് എനിക്ക് EZ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അല്ല EX എന്ന് പറയുന്നത് എനിക്ക് ഈ 3 പേരിൽ നിന്ന് കിട്ടും. അല്ല ഈ 3 പേരെ വെച്ച് എനിക്ക് ഈ 3 പേരെ വെച്ചാണ് ഞാൻ ഈ വെക്ടർ EX plus EY plus EZ എന്ന് പറയുന്ന വെക്ടർ പറഞ്ഞേക്കുന്നത്. അതായത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലൊരു ഡിപ്പെൻഡൻസ് ഉണ്ട്. ഓക്കെ, ഇവർ തമ്മിലൊരു ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. ഓക്കെ, ഇവർ തമ്മിലൊരു ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ ഇവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. പക്ഷെ ഇവർക്ക് ഈ സ്പേസിനെ മൊത്തം മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവർക്ക് ഓക്കെയാണ്. 3 ഡയമെൻഷണൽ ഏരിയ സ്പേസ് ആണ്, സ്പാൻ അവർക്ക് ഓക്കെയാണ്. പക്ഷെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. മുമ്പേ പറഞ്ഞ കേസിലോ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, EX, EY മാത്രം പറഞ്ഞ കേസിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷെ സ്പാൻ എന്ന് പറയുന്നത് ആ ഏരിയ മൊത്തം ഇല്ല, XY പ്ലെയിൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഇപ്പം ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ എല്ലാം 3 ഡയമെൻഷണൽ അല്ലെ 2 ഡയമെൻഷണൽ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. പക്ഷെ ഇതേ കാര്യങ്ങൾ ഇപ്പോൾ 4 ഡയമെൻഷനോ 5 ഡയമെൻഷനോ 10 ഡയമെൻഷനോ എന്ത് വന്നാലും ഇതെല്ലാം ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആപ്ലിക്കബിൾ ആണ്. അതാണ് ലീനിയർ വെക്ടർ സ്പേസിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മൾ സാധാരണ 3 ഡയമെൻഷനിലോ 2 ഡയമെൻഷനിലോ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് സ്കെയിൽ ചെയ്ത് ഡയമെൻഷൻ എത്ര ഡയമെൻഷൻ വേണേൽ ആക്കാം എന്ന രീതിയിൽ അതിനെ മാറ്റുകയാണ്. അടുത്താണ് ഡയമെൻഷനാലിറ്റി ഓഫ് ലീനിയർ വെക്ടർ സ്പേസ്. ഓക്കെ, while a basis in a linear vector space is not at all unique. ഓക്കെ, അതാണ് പറയുന്നത്, ബേസിസ് is not at all unique. The number of vectors, അതായത് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ ഓക്കെ, ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു ഈ XY പ്ലെയിനിനെ ഡിനോട്ട് ചെയ്യാൻ എനിക്ക് IN ചെയ്യും, അല്ലെങ്കിൽ EX, EY ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ Ψ1 Ψ2 എന്ന് പറയുന്ന ഇവരെ രണ്ടുപേരെ ഉപയോഗിക്കാം. എനിക്ക് ഇവർ രണ്ടുപേരിൽ ആര് വേണേൽ യൂസ് ചെയ്തും ഈ XY പ്ലെയിൻ മൊത്തം ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ഇവരെ ഏത് സെറ്റിനെ വേണേൽ ഉപയോഗിക്കാം. IJ ഉപയോഗിക്കാം, അല്ലെങ്കിൽ Ψ1 Ψ2 ഉപയോഗിക്കാം. അല്ലെങ്കിൽ തൊട്ട് മുമ്പ് കണ്ട എക്സാമ്പിളിൽ ഓക്കെ EX, EY ഉപയോഗിക്കാം, അല്ലെങ്കിൽ EX plus EY, 2EX minus 3EY എന്ന് പറഞ്ഞ ടേമിനെ ഉപയോഗിക്കാം, സെറ്റിനെ ഉപയോഗിക്കാം. ഈ ബേസിസ് സെറ്റിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ബേസിസ് സെറ്റിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ XY പ്ലെയിനിനെ പറയാൻ തന്നെയാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. XY പ്ലെയിനിനെ പറയാൻ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ എനിക്ക് ഈ ബേസിസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ബേസിസ് ഉപയോഗിക്കാം. അതിൻ്റെ അർത്ഥം എന്താ? ബേസിസ് എന്ന് പറയുന്നത് ഒരിക്കലും യൂണീക്ക് അല്ല. ഓക്കെ, എനിക്ക് ഏത് ബേസിസ്, ഇപ്പോൾ എനിക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം, രണ്ടാമത് ആ സ്പേസിനെ മൊത്തം ഡിഫൈൻ ചെയ്യണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് ബേസിസിനെ വേണം എടുക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സ്പേസിൽ ഒരു ബേസിസ് മാത്രമേ പറ്റത്തുള്ളൂ എന്നൊരു കണ്ടീഷൻ ഇല്ല. എനിക്ക് ഒരു സ്പേസിൽ ഒന്നിൽ കൂടുതൽ ബേസിസ് ഉണ്ടാവാം, പ്രൊവൈഡഡ് അവർ ഈ 2 കണ്ടീഷനും സ്പേസ് സ്പാൻ ചെയ്യണം, ലീനിയർലി ഇൻഡിപെൻഡൻസ് ആയിരിക്കണം. ആ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നേ ഉള്ളൂ. While a basis in the linear vector space is not at all unique, the number of vectors constituting the basis is unique. Okay, അതായത്
എക്സ് വൈ പ്ലെയിനെ പറയുകയാണെങ്കിൽ ബേസിസ് ഏത് വേണേ ആകാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇവിടെ ഇ എക്സ് ഇ വൈ രണ്ട് ബേസിസ് വെക്ടറാണ് എടുത്തത്. ഇവിടെ ഈ ഒരെണ്ണവും അതും രണ്ടാണ്. ഓക്കെ, അപ്പോൾ എക്സ് വൈ പ്ലെയിനിന് പറയണമെങ്കിൽ ഏത് ബേസിസ് സെറ്റ് വേണം ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ നമ്പർ, ബേസിസ് വെക്ടേഴ്സിൻ്റെ നമ്പർ സെയിം ആണ്. ഇവിടെ രണ്ടാണ്, ഇവിടെ രണ്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ദ നമ്പർ ഓഫ് വെക്ടേഴ്സ് കൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ ബേസിസ് ഈസ് യൂണീക്ക് ടു ദ ലീനിയർ വെക്ടർ സ്പേസ്. അപ്പോൾ ഒരു ലീനിയർ വെക്ടർ സ്പേസിന് ഏത് ബേസിസ് വേണം എടുക്കാം. പക്ഷെ അതിലെ വെക്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദിസ് നമ്പർ ഈസ് കോൾഡ് ഡയമെൻഷനാലിറ്റി. ഓക്കെ, ദിസ് നമ്പർ ഈസ് കോൾഡ് ദ ഡയമെൻഷനാലിറ്റി ഓഫ് ലീനിയർ വെക്ടർ സ്പേസ്. ഇനി 2-3 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. എവരി ബേസിസ് in an n-dimensional linear vector space has exactly n vectors. അത് നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ ഇപ്പോൾ എക്സ് വൈ പ്ലെയിൻ പറഞ്ഞു. ഓക്കെ, എക്സ് വൈ പ്ലെയിനെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, എക്സ് വൈ പ്ലെയിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ 2 സെറ്റ് ഓഫ് വെക്ടേഴ്സ് തൊട്ട് മുമ്പ് കണ്ടു. ഓക്കെ, 2 സെറ്റ് ഓഫ് വെക്ടേഴ്സ് കണ്ടു. പക്ഷേ എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷനിലാണ്. 2 ഡയമെൻഷനിലാണെങ്കിൽ ബേസിസിൽ 2 വെക്ടർ വേണം. ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ n ഡയമെൻഷനിലാണെങ്കിലോ n വെക്ടർ വേണം. ഓക്കെ, every basis in an n-dimensional linear vector space has exactly n vectors. Okay, no collection of r vectors in an n-dimensional linear vector space can be linearly independent if r is greater than n. Okay, ഒരു ലീനിയർ വെക്ടർ സ്പേസ് എടുക്കുക. എത്രയോ ഡയമെൻഷൻ ഉള്ള ഒരു സ്പേസ്. അവിടെ നമുക്കറിയാം n നമ്മുടെ ബേസിസ് വെക്ടർ എന്ന് പറയുന്നത് ബേസിസിൽ n വെക്ടേഴ്സ് ഉണ്ട്. n ഡയമെൻഷനിലാണെങ്കിൽ ബേസിസിൽ n വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി r എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് എടുത്തു. r is greater than n. r എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് എടുത്തു. r is greater than n. Can be linearly independent. ഓക്കെ, ഈ r എന്ന് പറയുന്ന വെക്ടേഴ്സ്, ആറിലെ വെക്ടേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല. ആറിലെ വെക്ടേഴ്സ്, ആർ എന്ന് പറയുന്ന സെറ്റിലെ വെക്ടേഴ്സ്. ഓക്കെ, ആർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ്. അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല പ്രൊവൈഡഡ് ആർ ഇസ് ഗ്രേറ്റർ ദാൻ n. അതായത് അത് തൊട്ട് മുമ്പ് പറഞ്ഞ ഈ കേസ് തന്നെയാണ്. ഇവിടെ ഞാനൊരു 3 ഡയമെൻഷണൽ സ്പേസ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 3 ഡയമെൻഷണൽ സ്പേസിൽ ഞാൻ 4 വെക്ടർ പറഞ്ഞു. ഓക്കെ, ഇ എക്സ് പറഞ്ഞു, ഇ വൈ പറഞ്ഞു, ഇ സെഡ് പറഞ്ഞു, ഇ എക്സ് പ്ലസ് ഇ വൈ പ്ലസ് ഇ സെഡ് എന്ന് പറഞ്ഞു, 4 വെക്ടർ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. അപ്പോൾ അതിൻ്റെ ബേസിസ് സെറ്റിനകത്ത് 3 എണ്ണം മതി. 3 വെക്ടർ ഉണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ 3 അല്ല, ഇവിടെ ഞാൻ 4 വെക്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 വെക്ടർ വെച്ചുകൊണ്ട് എന്താ പറ്റിയെന്ന് മുമ്പേ പറഞ്ഞായിരുന്നു. കാരണം ഇവർ ഇൻഡിപെൻഡൻ്റ് അല്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല, ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അതാണ് ആ പോയിന്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോ കളക്ഷൻ ഓഫ് r വെക്ടേഴ്സ് ഇൻ an n-dimensional linear vector space can be linearly independent if r is greater than n. ഇനി നേരെ തിരിച്ച്, no collection of r vectors in an n-dimensional linear vector space can span the space if r is less than n. അത് അതിനു മുമ്പ് പറഞ്ഞ കേസാണ് ആ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഇവിടെ 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. അപ്പം 3 ബേസിസ് വെക്ടേഴ്സ് വേണം. അത് മനസ്സിലായി. പക്ഷേ ഇവിടെ 2 വെക്ടർ തന്നിട്ടുള്ളൂ. 2 വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ 2 വെക്ടർ ഉള്ളെങ്കിൽ എനിക്ക് ഈ മൊത്തം സ്പേസിനെ പറയാൻ പറ്റില്ല. എനിക്ക് ആകെ ഈ എക്സ് വൈ പ്ലെയിനെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ 2 ആണ്. 2 ഈസ് ലെസ് ദാൻ 3. ഇവിടെ 4 ആണ്. 4 ഈസ് ഗ്രേറ്റർ ദാൻ 3. ആ 2 കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോ കളക്ഷൻ ഓഫ് r വെക്ടേഴ്സ് ഇൻ n-dimensional സ്പേസ് ക്യാൻ സ്പാൻ. ഓക്കെ, 3 ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിൽ അതിനെ മൊത്തം 2 വെക്ടർ വെച്ച് സ്പാൻ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ നോ കളക്ഷൻ ഓഫ് r വെക്ടേഴ്സ് ഇൻ n-dimensional സ്പേസ് ക്യാൻ സ്പാൻ ദ സ്പേസ് ഇഫ് r ഈസ് ലെസ് ദാൻ n. ഓക്കെ, ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഡയമെൻഷൻ നമ്മൾ ഇതിനെ സ്കെയിൽ ചെയ്യണം. നമ്മൾ സാധാരണ 3 ഡയമെൻഷനോ 2 ഡയമെൻഷനോ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെ 4 ഡയമെൻഷനോ 10 ഡയമെൻഷനോ അങ്ങ് സ്കെയിൽ ചെയ്യുകയാണ്. ഓക്കെ, എവിടെയും ഇത് വാലിഡ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, എവിടെയും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എത്ര ഡയമെൻഷൻ ആണെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം വാലിഡ് ആണ്. ഓക്കെ,
Thus every n-dimensional linear vector space is isomorphic. Okay, isomorphic. Thus every n-dimensional linear vector space is isomorphic to the set of ordinary vectors in n-dimensional Euclidean space. അതായത് ഐസോമോർഫിക് എന്ന് പറഞ്ഞാൽ സിമിലർ എന്ന അർത്ഥമുള്ളൂ. അപ്പോൾ നമ്മളൊരു n-dimensional linear vector space എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ, ഓക്കെ, n-dimensional linear vector space എന്ന് പറയുന്ന അത് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നതാണെന്നൊക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു. ഓക്കെ, എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ബേസിസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഫുൾ സ്പാൻ ചെയ്യണം, ഏരിയ മൊത്തം സ്പാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ആ കണ്ടീഷൻസ് എല്ലാം നമ്മൾ സാധാരണ ഒരു യൂക്ലിഡിയൻ സ്പേസ്, ഞാനിവിടെ പറയുന്നതെല്ലാം ഒരു 3-dimensional സ്പേസിൻ്റെ അനലോജി വെച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഒരു പൊസിഷൻ വെക്ടറിൻ്റെ കാര്യങ്ങൾ, ഒരു പൊസിഷനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്പേസിൻ, ഒരു പൊസിഷനെ കാണിക്കുന്ന ഒരു സ്പേസിനെ വെച്ചാണ് ഞാനിവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഓക്കെ, ഇതേപോലെ തന്നെ എനിക്ക് ഏത് വെക്ടർ, ഏത് ഇപ്പം മൊമെന്റം സ്പേസ് ആയിക്കോട്ടെ, അല്ല വേറെ എന്തെങ്കിലും ഒരു ടൈപ്പ് വെക്ടർ ഡിഫൈൻ ചെയ്യുന്ന സ്പേസ് ആയിക്കോട്ടെ, അവിടെ എല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഈ എന്താണ് സാധാരണ ഒരു 3-dimensional യൂക്ലിഡിയൻ സ്പേസിൽ പറയുന്ന അതേപോലെ തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, ഈ നമ്മൾ ഇവിടെ 3-dimensional സ്പേസിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഡയമെൻഷൻ മാറിയാലും വെക്ടർ സ്പേസ് മാറിയാലും, ഇപ്പോൾ പൊസിഷന് പകരം മൊമെന്റം വന്നാലും അല്ല വേറെ ഏത് വെക്ടർ വന്നാലും ഇതെല്ലാം വാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, therefore the study of finite dimensional vector space therefore to study the finite dimensional vector space, our understanding with the regard to 2 and 3-dimensional space will suffice. അപ്പോൾ നമ്മൾ 2-dimensional 3-dimensional എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എടുത്തുകൊണ്ടുപോയി n-dimensional സ്പേസിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് ബേസിസ് സെറ്റും അതിൻ്റെ ഡയമെൻഷനാലിറ്റി.